എക്സിറ്റ് പോൾ വിശ്വാസയോഗ്യമല്ലെന്ന് LDFും UDFും 2014-ലും 2019-ലും ഉണ്ടായ മോദി തരംഗം ഇത്തവണ ഇല്ലെന്ന് AK ബാലൻ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. എക്സിറ്റ് പോൾ ഫലത്തിൽ BJPക്ക് നാളെ കൂടി സന്തോഷിക്കാമെന്ന് K മുരളീധരൻ. എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ ആത്മവിശ്വാസത്തിൽ BJP. പുതിയ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികൾ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച് പ്രധാനമന്ത്രി. എക്സിറ്റ് പോൾ ഫലം മോദി മീഡിയ പോളെന്ന് രാഹുൽ ഗാന്ധി. മുസ്ലിം ലീഗിലേക്കെന്ന പ്രചാരണം തള്ളി അഹമ്മദ് ദേവർകോവിൽ. നുണപ്രചാരണം നടത്തുന്നത് INL പുറത്താക്കിയവർ. എന്നെ തകർക്കാൻ, എൻ്റെ ഇമേജിനെ തകർക്കാൻ എൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഞാനെന്തിന് വേറെ പാർട്ടി പോകണം? എൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും വേണമെങ്കിൽ മുസ്ലിം ലീഗുകാർക്ക് ഇങ്ങോട്ട് വരാനുള്ള വാതിൽ ഞങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. വ്യാജ പ്രചാരണത്തിന് പിന്നിൽ ഗതികിട്ട പ്രേതങ്ങളെന്ന INL. ദേവർകോവിലിന് മുന്നണിയിലുള്ള സ്വീകാര്യത ചിലരുടെ ഉറക്കം കെടുത്തുന്നുവെന്ന് ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കം. ആദ്യാക്ഷരം കുറിക്കാൻ 3 ലക്ഷത്തോളം കുട്ടികൾ. പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ മന്ത്രി. അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഫീസ് ഘടന ഏകീകരിക്കുമെന്നും മന്ത്രി. അരുണാചൽ പ്രദേശിൽ BJPക്ക് തുടർഭരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കടന്നു. സിക്കിമിൽ 2ാം വട്ടവും ക്രാന്തികാരി മോർച്ച. 2020 ലോകകപ്പിൽ ആദ്യ വിജയം സ്വന്തമാക്കിയ അമേരിക്ക. കാനഡയ്ക്കെതിരായ മത്സരത്തിൽ 7 വിക്കറ്റ് ജയം. പാപ്പുവ ന്യൂഗിനി വെസ്റ്റ് ഇൻഡീസ് പോരാട്ടം രാത്രി 8-ന്.